ഛാന്തോഗ്യോപനിഷത്തിൽ ആരുണി മഹർഷി ഉപദേശിക്കുന്ന തത്വമസി അത് വേറൊരു രീതിയിൽ നരേന്ദ്രമോദി പറയുമ്പോൾ അത് തെറ്റായി മാറുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സത്കർമ്മങ്ങൾക്കാണ് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് പുണ്യം കിട്ടുമെന്നാണ് പ്രസംഗിച്ചിരിക്കുന്നത്. ജൈവികമായ ഒന്നല്ല ദൈവികമായ ഒന്ന് തന്നിലുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ഒരു വിശ്വാസി വിശ്വസിക്കുന്നതാണ്. ഇപ്പൊ വിശ്വാസമായല്ലോ. ബിജെപിക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. NDA ആകെ കേവല ഭൂരിപക്ഷത്തിനോട് അടുത്തെത്തിയാൽ അത്ഭുതപ്പെടാനില്ല എന്ന് വിശ്വസിക്കുന്ന ആൾ കൂടിയാണ്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം എന്റെ മോനെ. നരേന്ദ്രമോദി ഉറപ്പിച്ചിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം. വോട്ടെണ്ണുമ്പോഴാണല്ലോ കൃത്യമായിട്ട് ഒരു കണക്കിലേക്ക് നമുക്ക് എത്താൻ കഴിയുക. എന്താ രാമേന്ദ്ര പ്രശ്നം? ആ ഒരു പരാജയ ഭീതി മുന്നിൽ കാണുന്ന നരേന്ദ്രമോദി തന്നെ ദൈവമായി അല്ലെങ്കിൽ ദൈവത്തിന്റെ അവതാരമായി പ്രതിഷ്ഠിക്കുകയാണെന്നു. ഇയാളൊരു 52 303 തമ്മിലുള്ള വ്യത്യാസം കാണാതെ കുരുടൻ ആനയെ വർണ്ണിച്ചതുപോലെയുള്ള വർണ്ണന നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. നരേന്ദ്രമോദി ഉറപ്പിച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് അദ്ദേഹത്തെ തന്നെ ദൈവത്തിന്റെ അവതാരമായി പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞാൻ ദൈവമാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. രാജ്യം ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുകയും തിരഞ്ഞെടുപ്പ് ഒരു വൺ മാൻ ഷോയെ മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 2020 മേഘാലയ ഗവർണറായിരുന്ന തഥാഗത് റോയ് പറഞ്ഞത് കൃഷ്ണന്റെ അവതാരമാണ് നരേന്ദ്രമോദി എന്നാണ്. ഈ രാജ്യം എത്ര അപകടകരമായ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഒരു ദൈവം ഭരിക്കുന്ന രാജ്യമായിട്ട് മാറുകയാണേ. അത് ശബരിമലയിൽ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാമല്ലോ. ശബരിമലയിൽ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? തത്വമസി എന്നാണ്. ഛാന്തോഗ്യോപനിഷത്തിൽ ആരുണി മഹർഷി ഉപദേശിക്കുന്ന തത്വമസി അത് വേറൊരു രീതിയിൽ നരേന്ദ്രമോദി പറയുമ്പോൾ അത് തെറ്റായി മാറുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് ഒരാൾ ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ അദ്ദേഹത്തെ സ്വയം ദൈവമായി പ്രഖ്യാപിക്കുന്നത്? എനിക്കറിയില്ല. ദൈവന് ഭംഗിയായിട്ട് തന്നെ അറിയാം. ദൈവികമായിട്ടുള്ള പരിവേഷം എടുത്തണിയുന്നത് അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ. എനിക്ക് ദൈവത്തിന്റെ ശക്തിയുണ്ട് എന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. ആൾ വോട്ട് ചെയ്താൽ അയാൾക്ക് പുണ്യം കിട്ടും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പുണ്യം കിട്ടുന്നത്? ദൈവം തന്നെയായിരിക്കുന്ന നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്തിരിക്കുകയാണ്. രാമേന്ദ്ര, നീ ഒരു കാലത്തും എന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? തത്വമസി എന്നാണ്. അതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം. ഇപ്പോ പാർലമെന്റിൽ ചെങ്കോല് പ്രതിഷ്ഠിച്ചത് ആരാണ്? അത് നരേന്ദ്രമോദിയാണ്. പ്രാണപ്രതിഷ്ഠ. ഞാൻ കരുതുന്നു രാമക്ഷേത്രം ഒരു വിഷയമായി തന്നെ താഴെത്തട്ടിലുള്ള ആളുകളിലേക്കൊക്കെ ആ വിഷയം എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിപ്പോ പ്രത്യേകം പറയാനുണ്ടോ? ഇന്ത്യ മുന്നണി വേഴ്സസ് NDA. ഈ കുട്ടി പഠിച്ചു തുടങ്ങിയത് വളരെ വൈകിയാണ്. ഉണ്ണിസാറേ, ഇന്ത്യ മുന്നണി പഠിച്ചു തുടങ്ങിയത് വളരെ വൈകിയാണ്. എനിക്ക് തോന്നി സമയം കൃത്യമായി ചിട്ടയോടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് മറുഭാഗത്ത് പരീക്ഷ എഴുതുന്നത് എന്നത് ഇന്ത്യ മുന്നണി ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. നരേന്ദ്രമോദിയുടെ BJP തോൽപ്പിക്കണമെന്നുള്ള ഒരു റൈഡർ കൂടി